ഇമോഷണൽ അഫെയർ ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ട്ണറേക്കാൾ കൂടുതൽ അവരെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റൊരു പേഴ്സണോടായിരിക്കും. അതായത് അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നടന്ന കാര്യങ്ങൾ, ആൻഡ് ഇനി അവർ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഇഗ്നോർ ചെയ്ത് ആ ഒരു പേഴ്സണോടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ക്ലിയർ ആയിട്ടുള്ള ഒരു സൈൻ. ആൻഡ് ഇതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എപ്പോഴാണെന്നറിയോ? അവരൊരു ഡയലോഗ് കൂടി പറയാൻ തുടങ്ങും. അതായത് നിന്നേക്കാൾ കൂടുതൽ അവർ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്നെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി അവർ പറയുന്ന സമയത്താണ് ഇതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സോ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവരോടാണ് ഷെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു സൈൻ. ആൻഡ് രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അതായത് അവരൊരു ബെറ്റർ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അവരൊരു ഐഡിയൽ പേഴ്സൺ ഒക്കെ ആക്കി മാറ്റിക്കൊണ്ട് അവർ കുറച്ചുകൂടി ബെറ്റർ ആണ് എന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അവരാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല, നീ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അവരാണെങ്കിൽ എന്നെ കുറച്ചുകൂടി മനസ്സിലാക്കും, നീ എന്നെ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യമാണ്, ഇവര് ഫോൺ വളരെ സീക്രട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങും. ഫോൺ പ്രൈവസി അല്ല, ഇവിടെ ഫോൺ സീക്രസിയാണ്. അതായത് ചാറ്റ് എല്ലാം ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ചാറ്റ് എല്ലാം ഡിലീറ്റ് ചെയ്യുക, ഹൈഡായിട്ട് ചാറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് എല്ലാം ഹൈഡ് ചെയ്യുക, നിങ്ങൾ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഫോൺ മാറ്റി വെക്കുക. ആൻഡ് ഇവർ ആരോടാണോ ആ ഒരു ഇമോഷണൽ അഫെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ഒരു പേഴ്സന്റെ നെയിം ചേഞ്ച് ആക്കിക്കൊണ്ട് സേവ് ചെയ്യുക. പക്ഷെ നിങ്ങളോട് പറയുന്നത് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് എന്ന രീതിയിലൊക്കെ ആയിരിക്കാം. പക്ഷെ കൂടുതൽ സമയം അല്ലെങ്കിൽ മണിക്കൂറുകളോളം ആയിരിക്കും അവരോട് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, സംസാരിച്ചിരിക്കുന്നത്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സീക്രസി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ക്ലിയർ ആയിട്ടുള്ള മറ്റൊരു സൈൻ. ആൻഡ് ഫൈനലി ഇമോഷണൽ ഇന്റിമസി കംപ്ലീറ്റ് ആയി അവരിലേക്ക് ഷിഫ്റ്റ് ആയി മാറിയിട്ടുണ്ടായിരിക്കും. അതായത് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, രഹസ്യങ്ങളും എല്ലാം ഇപ്പൊ അവരോടായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് അവരുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന സമയത്ത് നിങ്ങളോട് ഒപ്പീനിയൻ ചോദിക്കില്ല, പകരം അവരോടായിരിക്കും ഒപ്പീനിയൻ ചോദിക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ഇഗ്നോർ ചെയ്ത് ആ ഒരു ഇമോഷണൽ ഇന്റിമസി അവരുമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ക്ലിയർ ആയിട്ടുള്ള മറ്റൊരു സൈൻ. സോ ഒരു പേഴ്സൺ ഇമോഷണൽ അഫെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയി ഈ കാര്യങ്ങളൊക്കെ അവരിൽ നിന്നും കാണാൻ സാധിക്കും. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ വരുന്ന സമയത്ത് വളരെ ഹറിബറി ആയിക്കൊണ്ട്, അല്ലെങ്കിൽ വളരെ വയലന്റ് ആയി, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്ത് അവരോട് ഡിഫെൻസീവ് ആയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. പകരം കുറച്ചുകൂടി കാമായിട്ട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, ആൻഡ് രണ്ടുപേരും ഒരുമിച്ച് ടൈം എടുത്ത് ആ ഒരു കണക്ഷൻ വീണ്ടും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.